അതിന് 1.5 കപ്പ് വെള്ളം വീതം വേണം. ഒരു കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം, അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 3 കപ്പ് വെള്ളം തിളയ്ക്കുവാൻ അവിടെ വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളമാണ് ഈ റൈസിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇനി അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും അതേപോലെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അടുത്ത സ്റ്റൗവിലോട്ട് മാറ്റി വയ്ക്കാം. ആ സ്റ്റൗ ഇതിൽ വെച്ചിരുന്ന നിങ്ങൾക്കത് ഞാൻ അന്നേരം മസാല തയ്യാറാക്കുന്നത് കാണാൻ ബുദ്ധിമുട്ടാണ്. അതിലേക്ക് നമ്മൾ നാരങ്ങ നീരോട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് തിളച്ചതിന് ശേഷം സിമ്മിലിടാം. സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കതിലോട്ട് നീക്കി വെക്കാം. ഇനി നമുക്ക് ഈ പാനൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു സവാള നല്ലപോലെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ റൈസ് നന്നായി തിളച്ചിട്ടുണ്ട്. അതൊന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ സവാള കുക്കായി കിട്ടും. അതെല്ലാം ഫ്രൈ ആയതിന് ശേഷം നമുക്കത് അതിലേക്ക് അടുത്ത പാനിലേക്ക് മാറ്റി വെച്ച് അത് ഫ്രൈ ആയി ഞാനത് കോരി മാറ്റിയിട്ടുണ്ട് സവാളയൊക്കെ. ഇനി ആ ഓയിൽ തന്നെ നമുക്ക് എടുക്കാം. ചൂട് മാറിയിട്ടില്ല, ചൂട് മാറാതെ ഇരിക്കുമല്ലേ, അന്നേരം കോരി എടുത്ത് ആ ഓയിൽ അതിനകത്ത് നമ്മൾ മസാലയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് എല്ലാം കൂടെ ശരിയായി വരത്തില്ല, മസാലയാക്കും. അപ്പം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ സോൾട്ട്, നാരങ്ങാനീര്, ഇതെല്ലാം കൂടെ പുരട്ടി നമ്മൾ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജ് വെച്ചിരുന്ന കണവയാണ്. 1/2 കിലോ ഉള്ളൂ. നമ്മൾ നേരത്തെ ഒരിക്കൽ കണവ റോസ്റ്റ് തയ്യാറാക്കിയില്ലേ, അതിൻ്റെ ബാലൻസ് ഇരുന്നതാണിത്. അത് അടുത്ത ദിവസം തന്നെ നമ്മളിത് ബിരിയാണി തയ്യാറാക്കിയാണ്. ഈ വീഡിയോ തയ്യാറാക്കിയിട്ട് കുറേ ദിവസമായതാണ്, ഒരു 2-3 ആഴ്ചയായി കാണും. കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കിയ ഉടനെ തന്നെ തയ്യാറാക്കിയതാണ് കൂന്തൽ ബിരിയാണിയും. പക്ഷെ വീഡിയോ ഇടാൻ താമസിച്ചു. ഇത് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നതാണ്. ഒരു അരമണിക്കൂറോളം നമ്മളത് മസാല പുരട്ടി വെച്ചിരുന്നു. എന്നിട്ട് നമ്മൾ ആ ചൂട് ആയ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു സൈഡെല്ലാം ഒന്ന് ഫ്രൈ ആയി ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി വെച്ച് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ തെറിച്ച് ദേഹത്തൊക്കെ വീഴും. ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ചെറുതാക്കി നമ്മൾ പീസാക്കണം, അല്ലെങ്കിൽ അത് വേകുവാൻ വളരെ താമസമാണ്. കുക്കറിനകത്തൊന്നും ഇട്ടല്ലല്ലോ നമ്മൾ റെഡിയാക്കുന്നത്, ഇതിൽ തന്നെ ഇട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെറിയ പീസാക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ നമ്മൾ സ്പീഡിലിട്ടത് കൊണ്ടാണ് ഇങ്ങനെ വേഗം എടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഒരു 15 മിനിറ്റോളം നമ്മൾ ചെറിയ തീയിലാണ് അത് ഫ്രൈ ചെയ്തെടുത്തത്.
30 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. അത് ഞാൻ സ്പീഡിലിട്ടത് കൊണ്ടാണ് ഇപ്പോൾ 17 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ആ സ്പീഡ് അനുസരിച്ചാണ് കുക്കിങ്ങിൻ്റെ ആ സ്പീഡ് കാണുന്നത്. അത് 15 മിനിറ്റോളം എടുത്തു നമ്മളിത് കുക്ക് ചെയ്യാനേ. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2 സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക്, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ നേരത്തെ ആ ചൂടാക്കി പൊടിച്ച ആ ഗരം മസാലയുടെ പൊടി, അതും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സവാള ഒന്ന് വാടി വരുന്നതിന് വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. അത് പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും. ഇപ്പോൾ കുറച്ച് വാടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചതിന് ശേഷം അതിനകത്ത് തന്നെ ഇട്ടാണ് നമ്മൾ ആ മസാല പൊടിച്ചത്. അപ്പോൾ എല്ലാം കൂടെ ഒരു നല്ല രീതിയിൽ മസാല നമുക്ക് പൊടിഞ്ഞും കിട്ടും. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയിലും എല്ലാം അത് ആവുകയും ചെയ്യും. ഇനി അതൊന്ന് പച്ചമണം മാറട്ടെ. അതിനുശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് റെഡിയായി വരട്ടെ. അതിലേക്ക് ഇനി നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്, ഗരം മസാലയല്ല. പിന്നെ കുരുമുളക് പൊടി 1 സ്പൂൺ, അതേപോലെ മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നതുണ്ട്. അതിൻ്റെ കൂടെ തക്കാളി, ഒരു തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വാടി വരട്ടെ. തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം. അതിനുവേണ്ടി നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി എല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് ഒരു 1/2 കപ്പ് തൈര് കൂടി ചേർക്കേണ്ടതുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കൂന്തൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് 1 കപ്പ് നല്ല ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. ഇപ്പോൾ എല്ലാം തിളച്ച് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഒരു ലേശം കൂടെ ഉള്ളൂ. അത് നമുക്ക് ഇനി ദം ചെയ്യുകയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങൾ റെഡി ആയിക്കോളും. നമുക്ക് ഇത് ആ വലിയ സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നിരത്തി ഇട്ട് നമുക്ക് ഒരു ദോശക്കല്ല് നമുക്ക് ഈ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം.
ദോശക്കല്ല് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അന്നേരം നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദോശക്കല്ല് വെച്ചിരിക്കുന്നത്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ റൈസും എല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ച് തന്നെ നമുക്ക് എങ്കിലേ നിങ്ങൾക്ക് കാണുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ അപ്പോൾ തന്നെ വെച്ചത്. ഇനി അതിലേക്ക് നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ആദ്യമേ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നീട് ഇപ്പോൾ നമ്മൾ കുറച്ചധികം മല്ലിയിലയും അതേപോലെ തന്നെ പുതിനയിലയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റൈസ്, കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് നോക്കുക, നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൂടെ അതിലേക്ക് അങ്ങ് തട്ടിയിട്ടുണ്ട്. അതുപോലെ അത് അധികം വെന്തിട്ടില്ലല്ലോ, അത് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ടല്ലേ, അത് നീക്കി ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് ഓരോന്നോരോന്നായിട്ടാണ് റൈസ് കിടക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള കൂടുതൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ റോസ് വാട്ടർ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കതുകൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് എയറൊന്നും വെളിയിൽ പോകാത്ത രീതിയിൽ ഈ സോസ് ആ മൂടിക്ക് നമ്മൾ ഒരു ഹോൾ ഉണ്ടാവില്ല, അത് നമ്മളൊരു എന്തെങ്കിലും വെച്ചൊന്ന് അടയ്ക്കണം. ഞാൻ അവിടെ എന്തുകൊണ്ടാണ് അടച്ചേക്കുന്നതെന്ന് കണ്ടോ, നമ്മുടെ അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ എയർ അങ്ങ് പോവും, കണ്ടില്ലേ. ഇനി അങ്ങനെ നമ്മൾ 10 മിനിറ്റോളം നമ്മളത് ദം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെങ്കിൽ അത് റൈസിലേക്ക് നമ്മുടെ ആ മസാലയെല്ലാം പിടിച്ച് റെഡിയാവുകയുള്ളൂ. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ദം ചെയ്യാം. കണ്ടില്ലേ, റൈസൊക്കെ നല്ല സെപ്പറേറ്റായിട്ട് കിടക്കുകയാണ് റൈസ്. ഇനി നമുക്ക് അതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതേപോലെയാണോ കണവ ബിരിയാണി തയ്യാറാക്കുന്നത് എന്നുള്ള വിവരം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയും നമ്മൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ മൈ ഡിയർ ഫ്രണ്ട്സ്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുകയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും 1000 നന്ദി പറയുന്നു.